കേരളത്തിൽ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നുവെന്നും പിണറായി വിജയൻ്റെ ഭരണം എത്ര ഗംഭീരമാണെന്നും അറിയാനായിട്ട് നിങ്ങൾ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി കൊടുത്തിരിക്കുന്ന രണ്ട് കത്തുകളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ആ രണ്ട് കത്തുകളെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും എത്രമാത്രം നമ്മുടെ ഭംഗിയായിട്ടാണ് പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ആ കത്തുകൾ കൊടുക്കാണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാലോ. കാരണം ഏറ്റവും ആദ്യം പി വി അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ തന്നെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആരോപണങ്ങൾ ഈ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു. ഒന്ന്, അദ്ദേഹം ഒരു മാഫിയ തലവനാണെന്നും അദ്ദേഹത്തിൻ്റെ ഗോഡെന്ന് പറയുന്നത് അദ്ദേഹം മാതൃകാപുരുഷനായി കാണുന്നത് ദാവൂദ് ഇബ്രാഹിമിനാണെന്നും അദ്ദേഹം കള്ളക്കടത്തിന് വേണ്ടിയിട്ട് ഒരു സംഘത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത്തരത്തിൽ ഭാര്യ സഹോദരങ്ങളുമായി ചേർന്ന് വലിയ തോതിൽ സ്വർണത്തിൻ്റെ ബിസിനസ് നടക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കൊലപാതകയാണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമുക്കറിയാം എസ് പി സുജിത് ദാസ് എന്ന് പറയുന്ന പത്തനംതിട്ട എസ് പിയും ഇദ്ദേഹത്തെ വലിയ ഭയമാണ് എന്നും അതിക്രൂരനായ ഒരു മനുഷ്യരാണെന്നും വേണമെങ്കിൽ കൊല നടത്താൻ കഴിയുന്ന ഒരാളാണെന്നൊക്കെ പറയുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ പലത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന് ഇതിലൊന്നും കൊണ്ട് അദ്ദേഹം ഇളകിയില്ല, അദ്ദേഹത്തിന് കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വരുത്താനിരിക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം അന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ആദ്യത്തെ കത്ത് കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എനിക്കെതിരെ പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തത്. കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു തമാശയുണ്ട്. കാരണം ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ഡി ജി പിക്കാണ് അന്വേഷണത്തിൻ്റെ ചാർജ് കൊടുത്തത്. ആകെ ഇദ്ദേഹത്തെക്കാൾ മുകളിലുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ അന്വേഷിക്കാൻ പോകുന്നവരെല്ലാവരും ഇദ്ദേഹത്തെക്കാൾ താഴെയുള്ള ജൂനിയർ ആയിട്ടുള്ള IPS ഓഫീസറാണെന്ന് മാത്രമല്ല, അതിലെ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിന് നേരിട്ട് ജോലികൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജി സ്പർജൻ കുമാർ എന്ന് പറയുന്ന IG, അദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസാണ്. അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ജോലി എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ADGP ക്കാണ്. അപ്പോൾ ADGP റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താങ്കളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇന്ന് രാവിലെ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുള്ളൊരു റിപ്പോർട്ടിംഗാണ് ഇവർ നടത്തേണ്ടത്. ഈ പറയുന്ന പോലെ ജി സ്പർജൻ കുമാറിന് നടത്തേണ്ടത്. ഏതാണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് തോംസൺ ജോസ് എന്ന് പറയുന്ന നമ്മുടെ റേഞ്ച് IG ആയിട്ടുള്ള തൃശ്ശൂരുള്ള റേഞ്ച് IG ആയിട്ടുള്ള തോംസൺ ജോസ്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ കൃത്യമായി നേരിട്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പം ചിലരൊക്കെ ക്രൈം ബ്രാഞ്ചിലുള്ളവരാണ്, അവർക്ക് പിന്നെ നേരിട്ട് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട. പക്ഷേ ഈ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ പറയുന്ന ADGP എം ആർ അജിത് കുമാറിന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടവരാകുമ്പോൾ അവർ ഇതിപ്പോൾ ദർവേഷ് സാഹിബിൻ്റെ ആദ്യത്തെ ഡിമാൻഡ് ഗവൺമെൻറ്റിനോട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കണമായിരുന്നായിരുന്നു. പക്ഷേ പിണറായി വിജയനും P ശശിക്കുമൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് എം ആർ അജിത് കുമാറിനെ കൈവിടാൻ അവർ തയ്യാറായില്ല. അതിനിപ്പോൾ പി വി അൻവർ അല്ല ആര് പറഞ്ഞാലും തയ്യാറല്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് മാറ്റി നിർത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം ശക്തനായ ആ രംഗത്ത് തുടരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഈ സ്പർജൻ കുമാറും തോംസൺ ജോസ് പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള 6 ആരോപണങ്ങളിൽ ഓരോരോ ആരോപണങ്ങൾ ഓരോരുത്തർ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ശരിക്കും ഈ സ്പർജൻ കുമാറിനും തോംസൺ ജോസിനും ഒക്കെ ഇത്തിരിയെങ്കിലും ഉളുപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അവർക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം അതിൻ്റെ യോഗം കൂടിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് ഞങ്ങളെ സംഘത്തിൽ നിന്ന് മാറ്റണം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് മാറ്റണം. കാരണം അദ്ദേഹത്തെ രാവിലെ വിളിച്ചത് റിപ്പോർട്ട് ചെയ്യുകയും ഈ പറയുന്ന പോലെ ഇത് താങ്കളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ പോവുകയാണെന്ന് താങ്കൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് എം ആർ അജിത് കുമാറിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ടെന്നും അത് വളരെ മോശമാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ദർവേഷ് സാഹിബ്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആകെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്ന പണി മാത്രമേ ഉണ്ടായുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇതിന് ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പല ഓഫീസർമാരും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്ന കാശും വരുന്ന കാശും ഒക്കെ നമ്മുടെ ജനങ്ങളുടെ കാശെടുത്താണ് ചിലവാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വിശാല മനസ്കനും വളരെ നല്ലവനുമായിട്ടുള്ള എം ആർ അജിത് കുമാറിന് അദ്ദേഹത്തിന് തന്നെ ഇതൊരു പുച്ഛം തോന്നി. കാരണം പിണറായി വിജയന് തോന്നിയില്ല. തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയന് പോലീസ് ഒരു ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണെന്ന് ആളുകളെ പഠിപ്പിച്ച പിണറായി വിജയന് ഇതിൽ ശരിക്കേടൊന്നും തോന്നിയില്ല. കൂടാതെ CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ നേരത്തെ കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന P ശശിക്കും
ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ചിട്ട് ഇതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊന്നും കുഴപ്പം തോന്നിയില്ലെങ്കിലും നമ്മുടെ ADGP MR അജിത് കുമാർ വളരെ വിശാല മനസ്കനാണ്. അദ്ദേഹത്തിന് ഇതിനകത്തൊരു കുഴപ്പം തോന്നി. അദ്ദേഹത്തിന് ഇതൊരു നാണക്കേട് തോന്നിയിട്ട് അദ്ദേഹം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു കത്ത് കൊടുത്തേക്കാണ്. ആ കത്ത് നിങ്ങൾ അറിയേണ്ടത്, ഈ എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ, ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ടവർ, അതായത് എനിക്കെതിരെ അന്വേഷണം നടത്തുന്ന എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തൽക്കാലം ഈ അന്വേഷണം തീരുന്നത് വരെ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നും പകരം DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുമാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. അത്രയും നല്ല ആളായിട്ടാണ് എനിക്ക് MR അജിത് കുമാറിനെ തോന്നുന്നത്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. സത്യത്തിൽ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ടീം രൂപീകരിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, ചില അട്ടിമറി വീരന്മാരായിട്ടുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്രൈംബ്രാഞ്ചിൻ്റെ SP ആയിട്ടുള്ള മധുസൂദൻ അതിനകത്തുണ്ട്. അദ്ദേഹം നമുക്കറിയാം ഒരു ട്രിവാൻഡ്രം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു കത്ത് വിവാദം ഉണ്ടാകുന്നു. ആനാവൂർ നാഗപ്പനാറ്റെ കൊടുത്തിട്ടുള്ള ഇത്ര പേരെ ജോലിക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. SIT ആശുപത്രിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 375ഓളം വേക്കൻസികളിലേക്ക് ആളെ കൊടുക്കേണ്ടതിൻ്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ടുള്ള കത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കത്തുമായി ബന്ധപ്പെട്ട വിവാദം അന്വേഷിക്കുകയും അത് CPMന് വേണ്ടി കൃത്യമായിട്ട് ആ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മധുസൂദൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കണമെങ്കിൽ നമുക്കറിയാം അന്വേഷണം എന്തായിരിക്കുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തെ തന്നെയാണ് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ടീമിനകത്തും ഉള്ളത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കമാണ് നമ്മുടെ ഈ പറയുന്ന MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നറിയുമ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ഇത്രയും ഉളുപ്പെങ്കിലും, അതായത് MR അജിത് കുമാറിന് തോന്നിയ ഒരു ഉളുപ്പ് പോലും നമ്മുടെ P ശശിക്കും നമ്മുടെ വിപ്ലവ പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള പിണറായി വിജയനും MP ഗോവിന്ദൻ മാസ്റ്റർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഏതെങ്കിലും മെമ്പർമാർക്കോ ഒരാൾക്കും തോന്നിയില്ല എന്നുള്ളത് CPM അണികളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കാരണം അങ്ങനെയൊന്നും ഉളുപ്പ് തോന്നാത്ത ആളുകളാണ് നമ്മുടെ പാർട്ടിയിലുള്ളത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒന്ന്. രണ്ടാമത്തത് ഒരു MLAക്കും തോന്നിയില്ല എന്നുള്ളത് കൂടിയാണ്. അതായത് ഈ പറയുന്ന നമ്മുടെ കൂട്ടത്തിൽ CPMൻ്റെയൊക്കെയുള്ള ഒരു MLAക്കോ CPMൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്കോ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്കോ ഒരാൾക്കും തോന്നിയില്ല. ഏറ്റവും ഒടുവിൽ സഹതാപം തോന്നിയിട്ട് MR അജിത് കുമാർ തന്നെ മനസ്സിലായി ഇതെന്തൊരു അന്വേഷണമാണ്. കാരണം എൻ്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എനിക്കെതിരെ അന്വേഷണം നടത്തിയാൽ ഇത് തെളിയാൻ പോണില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളിപ്പോൾ ഈ അന്വേഷണം തീരുന്നവരെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ കാണിച്ച MR അജിത് കുമാറിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും തരുന്നു. ഭാവി വളരെ ശോഭനമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ PV അൻവർ പറഞ്ഞതാണ്. അതായത് ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു അന്വേഷണം വരുന്നു. സത്യത്തിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ അവിടുത്തെ പിയൂണിനെയും ബെല്ലടിക്കുന്നവനെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും ഒക്കെ കൊണ്ട് അന്വേഷണം നടത്തുന്നത് ശരിയാകുമോ എന്നാണ് PV അൻവർ ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യം പോലും നമ്മുടെ MP ഗോവിന്ദനോ ആദർശധീരരായ സഖാക്കളുടെ പാർട്ടിയിലുള്ള ഒരാൾക്കുമില്ല എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്തായാലും പാർട്ടി എത്തിച്ചേരുന്ന അപജയം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ മാത്രം നമ്മളിത് സഹായിക്കും. ഇത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകളും വാട്സപ്പ് മെസ്സേജുകളും ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും അടക്കം കൊടുത്തേക്കണ തെളിവുകളടക്കമുള്ള പേരുകളടക്കമുള്ള ഇരകളുടെ പേരുകൾ, അതിജീവിതകളുടെ പേരുകളും അതുപോലെ തന്നെ പ്രതികളുടെ പേരുകളും അടക്കമുള്ള പേരുകൾ പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ആ പേരുകൾ മേൽ ഒരന്വേഷണവും നടത്താൻ ഗവൺമെൻറ് തയ്യാറാവാതെ ഗവൺമെൻറ് അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ചെയ്തേക്കണം. അതിനുശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ച് മാത്രമാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. കാരണം അതൊക്കെ അട്ടിമറിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മറ്റത് ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തി പോയതുകൊണ്ട് അട്ടിമറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഫലം എന്താകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ, അതായത് MR അജിത് കുമാർ തന്നെ നമ്മുടെ ക്രമസമാധാന ചുമതല, ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല ഗംഭീരമായി വഹിക്കും. അതിൻ്റെ മുകളിൽ P ശശിയും പിന്നീട് അതിൻ്റെ മുകളിൽ ഏതാണ്ട് ഒരു 1.5-2 കൊല്ലത്തേക്ക് പിണറായി വിജയനും തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് വിചാരിക്കാനുള്ളത്. സോ കേരളത്തിന് ഒന്നും തന്നെ ഇനി പേടിക്കേണ്ടതില്ല.